ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാകും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗമാണ് കമ്മീഷണർമാരെ തിരഞ്ഞെടുത്തത്. യോഗത്തിൽ അധിർ രഞ്ജൻ ചൌധരി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ നിയമന നടപടികൾ പൂർത്തിയാകും. ഗ്യാനേഷ് കുമാർ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനും സുഖ്ബീർ സിംഗ് സന്ധു പഞ്ചാബ് കേഡർ IAS ഉദ്യോഗസ്ഥനുമാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഗ്യാനേഷ് കുമാർ മുൻ എറണാകുളം കളക്ടറായിരുന്നു. ദീർഘകാലമായി കേന്ദ്ര സർവീസിലുള്ള ഗ്യാനേഷ് പാർലമെന്ററി കാര്യ സെക്രട്ടറി അടക്കമുള്ള ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. സുഖ്ബീർ സിംഗ് സന്ധു ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറിയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ, കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി എന്നിവർ പങ്കെടുത്ത ഉന്നതാധികാര സമിതി ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. നിയമനത്തിൽ അധിർ രഞ്ജൻ ചൌധരി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. കമ്മീഷണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ ചുരുക്കപ്പട്ടിക ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ട് നിയമമന്ത്രിയുടെ ഓഫീസ് നൽകിയില്ലെന്ന് അധിർ രഞ്ജൻ ചൌധരി വിമർശിച്ചു. A short list of the aspirants should be given to me. They have given me the list, but the list consists of the all aspirants, numbering 212. Now you can yourself imagine that in a single night, whether it is humanly possible for me. അരുൺ ഗോയൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് രാജിവെച്ച ഒഴിവിലും അനൂപ് ചന്ദ്രപാണ്ഡെ വിരമിച്ച ഒഴിവിലുമാണ് പുതിയ നിയമനം. പുതിയ കമ്മീഷണർമാർ ചുമതലയെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ചേർന്ന ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ, ദില്ലി.